എല്ലാവർക്കും നമസ്കാരം. 2025 IMU-CET എൻട്രൻസ് എക്സാം എഴുതി പാസ്സായതിനു ശേഷം ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസുകളിൽ കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി കണ്ടക്ട് ചെയ്യുന്ന ഓൺലൈൻ കൗൺസിലിങ്ങിന് അപ്ലൈ ചെയ്യണം എന്നത് ഒരു മാൻഡേറ്ററി റിക്വയർമെൻ്റ് ആണ്. 2025 IMU കൗൺസിലിങ്ങിന് രജിസ്റ്റർ ചെയ്യാനുള്ള അവസാനത്തെ ഡേറ്റ് 8 ജൂൺ 2025 ആണ്. 10,000 റുപ്പീസാണ് രജിസ്ട്രേഷൻ ഫീസ്. രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോയിൽ IMU കൗൺസിലിങ്ങിന് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ പേര് നവീൻ, എല്ലാവർക്കും സീമെൻസ് ഡയറിയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിൻ്റെ അടിയിലുള്ള 6 കോളേജുകളിലേക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും IMU കൗൺസിലിങ്ങിന് അപ്ലൈ ചെയ്യണം എന്നത് ഒരു മാൻഡേറ്ററി റിക്വയർമെൻ്റ് ആണ്. IMU കൗൺസിലിംഗ് പോർട്ടൽ വഴിയാണ് നിങ്ങൾക്ക് IMU കൗൺസിലിങ്ങിന് അപ്ലൈ ചെയ്യാൻ പറ്റുക. IMU കൗൺസിലിങ്ങിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് 10,000 റുപ്പീസ് ഫീസ് നിങ്ങൾ അടയ്ക്കേണ്ടതാണ്. നിങ്ങളുടെ റാങ്ക് അനുസരിച്ചും നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ചുള്ള കോളേജുകളൊന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ 9,000 റുപ്പീസ് നിങ്ങൾക്ക് റീഫണ്ടായിട്ട് കിട്ടുന്നതായിരിക്കും. പക്ഷേ നിങ്ങൾ കൊടുത്ത പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങൾക്ക് കോളേജ് അലോക്കേറ്റ് ആയതിനു ശേഷം നിങ്ങൾ ഡ്രോപ്പ് ഓഫ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള റീഫണ്ടും കിട്ടുന്നതായിരിക്കില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രിഫറൻസ് കൊടുക്കുന്നത് നിങ്ങൾ കാര്യങ്ങളൊക്കെ കറക്റ്റ് മനസ്സിലാക്കിയിട്ട് കൊടുക്കുക. ഇങ്ങനെ IMU കൗൺസിലിംഗ് വഴി സീറ്റ് അലോക്കേറ്റ് ആയ ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പിന്നെയും ഒരു 30,000 രൂപ കൂടി കൊടുത്ത് നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ 30,000 രൂപ അടച്ച് നിങ്ങൾ സീറ്റ് കൺഫേം ചെയ്താൽ നിങ്ങൾക്ക് പ്രൊവിഷണൽ അഡ്മിഷൻ ലെറ്റർ കിട്ടുന്നതായിരിക്കും. ഈ ഒരു പറഞ്ഞ സമയത്തിനകത്ത് നിങ്ങൾ 30,000 രൂപ അടച്ച് സീറ്റ് കൺഫേം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അലോക്കേറ്റ് ആയ സീറ്റ് കിട്ടില്ല എന്നതും പോരാത്തതിന് നിങ്ങൾക്ക് മുന്നോട്ടുള്ള IMU കൗൺസിലിങ്ങിന് ഒരു തരത്തിലും പങ്കെടുക്കാൻ പറ്റില്ല എന്നുള്ള കാര്യവും നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. സീറ്റ് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൊടുക്കുന്ന ഈ ഒരു 30,000 രൂപ നോൺ റീഫണ്ടബിൾ ആണ്. ഈ 30,000 രൂപ അടച്ച് നിങ്ങൾ സീറ്റ് കൺഫേം ചെയ്താൽ നിങ്ങൾക്ക് പ്രൊവിഷണൽ അഡ്മിഷൻ ലെറ്റർ കിട്ടുന്നതാണ്. ആ ലെറ്ററിൽ പറയുന്ന തീയതിക്കകം നിങ്ങൾക്ക് അലോക്കേറ്റ് ആയ കോളേജിൽ നിങ്ങളുടെ ബാക്കിയുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ വെരിഫിക്കേഷന് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. നിങ്ങൾ ഈ പറഞ്ഞ സമയത്തിനകം നിങ്ങൾക്ക് അലോക്കേറ്റ് ആയ കോളേജിൽ പോയി നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ വെരിഫൈ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഡ്രോപ്പ് ഔട്ടായിട്ട് കൺസിഡർ ചെയ്യുന്നതാണ്. നിങ്ങൾ ഓൾറെഡി സെലക്ട് ആയ കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടില്ല എന്ന് മാത്രമല്ല ഈ വർഷത്തെ ബാക്കി കൗൺസിലിങ്ങിന് നിങ്ങൾക്ക് പങ്കെടുക്കാനും പറ്റുന്നതായിരിക്കില്ല. IMU കൗൺസിലിങ്ങിന് 3 ലിസ്റ്റുകളാണ് സാധാരണ പബ്ലിഷ് ചെയ്യാറുള്ളത്. ആദ്യത്തെ ലിസ്റ്റിൽ നിങ്ങൾ ഉദ്ദേശിച്ച കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടില്ല, പക്ഷേ വേറൊരു കോളേജിലാണ് അഡ്മിഷൻ കിട്ടിയതെങ്കിലും നിങ്ങൾ ആ പ്രോസസ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ആ ഒരു കോളേജിൽ ആ കോഴ്സിനുള്ള അഡ്മിഷൻ കൺഫേം ചെയ്യാൻ ശ്രമിക്കുക. കാരണം അടുത്ത ലിസ്റ്റ് വരുന്ന സമയത്ത് നിങ്ങളെ ഓപ്ഷനിൽ കൊടുത്ത കോളേജിൽ സീറ്റ് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയും കിട്ടുന്നതാണ്. പക്ഷേ ആദ്യത്തെ ലിസ്റ്റിൽ നിങ്ങൾക്ക് കിട്ടിയ കോളേജോ കോഴ്സോ നിങ്ങൾ ഉദ്ദേശിച്ച കോളേജോ കോഴ്സോ അല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഈ വർഷത്തെ കൗൺസിലിങ്ങിൽ പങ്കെടുക്കാൻ പറ്റുന്നതായിരിക്കില്ല. അതുകൊണ്ട് ആദ്യത്തെ ലിസ്റ്റിൽ നിങ്ങളുടെ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്തതല്ല കിട്ടിയതെങ്കിൽ കൂടി നിങ്ങൾ ആ ഒരു സീറ്റ് കൺഫേം ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. IMU കൗൺസിലിങ്ങിൻ്റെ പ്രോസസ്സിനെ കുറിച്ചും ആ ഒരു പ്രോസസ്സിൽ നിങ്ങൾ ചെയ്യേണ്ട പേയ്മെൻറ്റുകളെക്കുറിച്ചും പേയ്മെൻറ്റുകളുടെ റീഫണ്ടിനെ കുറിച്ചുമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിനകം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. 3 IMU ക്യാമ്പസുകളിലാണ് BTech മറീൻ എഞ്ചിനീയറിംഗ് കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത്. ഒന്നാമത്തത് IMU കൊൽക്കത്ത, രണ്ടാമത്തത് IMU ചെന്നൈ, മൂന്നാമത്തത് IMU മുംബൈ പോർട്ട് ക്യാമ്പസ്. ഈ 3 കോളേജുകളിൽ IMU കൊൽക്കത്തയിൽ മറീൻ എഞ്ചിനീയറിംഗ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. IMU കൊൽക്കത്തയിൽ മറീൻ എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് കിട്ടും എന്നത് ഓൾമോസ്റ്റ് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. BTech മറീൻ എഞ്ചിനീയറിംഗ് ചെയ്യാൻ രണ്ടാമത്തെ ബെസ്റ്റ് ഓപ്ഷൻ IMU ചെന്നൈ ആണ്. ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സാണ് IMU ചെന്നൈ. അതുകൊണ്ട് തന്നെ അവരുടെ പ്ലേസ്മെൻറ്റ് ഹിസ്റ്ററിയും നല്ലതാണ്. മൂന്നാമത്തെ ഓപ്ഷൻ IMU മുംബൈ പോർട്ട് ക്യാമ്പസ് ആണ്. BSc നോട്ടിക്കൽ സയൻസ് കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത് 3 IMU ക്യാമ്പസുകളിൽ മാത്രമാണ്. IMU നവി മുംബൈ ക്യാമ്പസ്, IMU ചെന്നൈ ക്യാമ്പസ്, IMU കൊച്ചി ക്യാമ്പസ്. BSc നോട്ടിക്കൽ സയൻസ് പഠിക്കാനുള്ള ഏറ്റവും നല്ല കോളേജ് IMU നവി മുംബൈ ആണ്. IMU നവി മുംബൈയിൽ കോഴ്സ് പഠിച്ചാൽ നിങ്ങൾക്ക് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് കിട്ടും എന്ന കാര്യം ഓൾമോസ്റ്റ് ഗ്യാരണ്ടീഡ് ആണ്. രണ്ടാമത്തെ ബെസ്റ്റ് ഓപ്ഷൻ IMU ചെന്നൈ ആണ്. നേരത്തെ പറഞ്ഞ പോലെ IMU ക്യാമ്പസുകളുടെ ഹെഡ് ക്വാർട്ടേഴ്സ് IMU ചെന്നൈ ആയതുകൊണ്ട് നല്ല കമ്പനികൾ പ്ലേസ്മെൻറ്റിന് ഈ ഒരു കോളേജിൽ വരാറുണ്ട്. മൂന്നാമത്തെ കോളേജ് IMU കൊച്ചിയാണ്. ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ് കോഴ്സ് IMUൻ്റെ 2 ക്യാമ്പസുകളിൽ മാത്രമാണ് നടത്തുന്നത്. ഒന്നാമത്തത് IMU നവി മുംബൈ, രണ്ടാമത്തത് IMU ചെന്നൈ ആണ്. നിങ്ങൾ ഓൾറെഡി നല്ല ഏതെങ്കിലും ഒരു കമ്പനിയുടെ DNS സ്പോൺസർഷിപ്പ് ക്ലിയർ ചെയ്ത ആളാണെങ്കിൽ
നിങ്ങളുടെ കമ്പനി നിങ്ങളോട് IMU ക്യാമ്പസിൽ നിന്ന് ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ് ചെയ്യാൻ പറഞ്ഞാൽ മാത്രമേ നിങ്ങൾ ഈ ക്യാമ്പസുകളിൽ ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ് കോഴ്സ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. IMU ക്യാമ്പസുകളിൽ ജോയിൻ ചെയ്തതിന് ശേഷം ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ് കോഴ്സിന് കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. നിങ്ങൾ ഈ ഒരു വീഡിയോ ഇവിടം വരെ കണ്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടിയെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളെപ്പോലെയുള്ള കൂടുതൽ ആൾക്കാരിലേക്ക് ഈ ഒരു വീഡിയോ എത്തിക്കാനായിട്ട് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്നത് ഒരു റിക്വസ്റ്റാണ്. അതുപോലെ എൻ്റെ ചാനലിലെ വീഡിയോകൾ കാണുന്നതിൽ 95% ആൾക്കാരും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നാണ് യൂട്യൂബ് പറയുന്നത്. നിങ്ങളും ആ ഒരു 95% പെടുന്ന ഒരാളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് പരിഗണിക്കുക. IMU കൗൺസിലിംഗ് തികച്ചും സോഫ്റ്റ്വെയർ ബേസ്ഡ് ആയിട്ട് ഓൺലൈനായിട്ട് നടത്തുന്ന ഒരു പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ IMU കൗൺസിലിങ്ങിന് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന ഡീറ്റെയിൽസ് അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് കോഴ്സും കോളേജും ഒക്കെ അലോക്കേറ്റ് ആവുന്നത്. ഈ ഒരു പ്രോസസ്സിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങളുടെ പ്രിഫറൻസ് കൊടുക്കുന്നതിനെ പറ്റിയാണ്. നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കോഴ്സ് ഏത് കോളേജിൽ നിന്ന് പഠിക്കണമെന്നും നിങ്ങളുടെ റാങ്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഏത് കോളേജിലാണ് അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുള്ളത് എന്ന കാര്യമൊക്കെ നിങ്ങൾ ഈ ഒരു കൗൺസിലിംഗ് ഫോം ഫില്ല് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കൗൺസിലിംഗ് ഫോം ഫില്ല് ചെയ്യുന്നതിൻ്റെ മുന്നേ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. IMU കൗൺസിലിംഗ് പോർട്ടൽ വഴിയാണ് നിങ്ങൾ കൗൺസിലിങ്ങിന് രജിസ്റ്റർ ചെയ്യേണ്ടത്. കൗൺസിലിംഗ് പോർട്ടലിൽ ലോഗിൻ ചെയ്യാൻ നിങ്ങളുടെ IMU CET ആപ്ലിക്കേഷൻ നമ്പറും നിങ്ങളുടെ പാസ്വേഡുമാണ് ഉപയോഗിക്കേണ്ടത്. കൗൺസിലിംഗ് പോർട്ടലിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ IMU CET എൻട്രൻസ് എക്സാമിൻ്റെ സമയത്ത് നിങ്ങൾ കൊടുത്ത പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ ഇതിൽ കാണാൻ പറ്റുന്നതാണ്. BTech മറീൻ എഞ്ചിനീയറിംഗ്, BSc നോട്ടിക്കൽ സയൻസ്, ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ് കോഴ്സുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓരോ കോഴ്സിനുമുള്ള ഫിസിക്കൽ ഫിറ്റ്നസ് റിക്വയർമെൻറ്റ് IMU വെബ്സൈറ്റിൽ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് റിക്വയർമെൻറ്റ് നിങ്ങൾ ആദ്യം ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങളുടെ ഉത്തരങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കാൻ ശ്രമിക്കേണ്ടതാണ്. നിങ്ങൾ ഫിസിക്കൽ ഫിറ്റ്നസ് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കൊടുക്കുന്നത് IMUൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ചല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ കോഴ്സുകൾക്ക് അഡ്മിഷൻ കിട്ടുന്നതായിരിക്കില്ല. ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽ പേജിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റുന്നതാണ്. IMU CET എൻട്രൻസ് എക്സാമിന് ആപ്ലിക്കേഷൻ കൊടുത്ത സമയത്ത് റിസൾട്ട് അവൈറ്റിംഗ് എന്ന് കൊടുത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് ഇവിടെ അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവുന്നതല്ല. അതുകൊണ്ട് കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഡോക്യുമെൻ്റ് അപ്ലോഡ് പേജിൽ നിങ്ങൾക്ക് നിങ്ങൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റ്സ് എല്ലാം കാണാൻ പറ്റുന്നതാണ്. ഇൻ കേസ് നിങ്ങൾ ഇതിൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ള അവസരവും ഈ ഒരു സമയത്ത് കിട്ടുന്നതാണ്. അടുത്ത സ്റ്റെപ്പ് നിങ്ങളുടെ പ്രിഫറൻസ് ഫില്ലിംഗ് ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പും ഈ ഒരു സ്റ്റെപ്പാണ്. നിങ്ങളുടെ IMU CET റാങ്കും നിങ്ങളുടെ കാറ്റഗറിയും നിങ്ങൾ കൊടുക്കുന്ന പ്രിഫറൻസും അനുസരിച്ചാണ് നിങ്ങൾക്ക് ഫൈനൽ അലോട്ട്മെൻറ്റ് വരുന്നത്. അതുകൊണ്ട് പ്രിഫറൻസ് കൊടുക്കുന്നത് കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടായിരിക്കണം എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രിഫറൻസ് ഫില്ല് ചെയ്യുന്ന സമയത്ത് മാക്സിമം ഓപ്ഷൻസ് കൊടുക്കാൻ ശ്രമിക്കുക. അതേസമയത്ത് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമില്ലാത്ത കോഴ്സുകളും കോളേജും ഒക്കെ പ്രിഫറൻസിൽ നിന്ന് ഒഴിവാക്കുക. അങ്ങനെ താല്പര്യമില്ലാത്ത കോളേജ് പ്രിഫറൻസ് ലിസ്റ്റിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താല്പര്യമില്ലാത്തൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടും. ഇൻ കേസ് നിങ്ങൾ ആ കോളേജിൽ ജോയിൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ കൗൺസിലിംഗ് ഫീസായിട്ട് കൊടുത്ത 10,000 റുപ്പീസ് നിങ്ങൾക്ക് റീഫണ്ടായിട്ട് കിട്ടുന്നതുമായിരിക്കില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. പ്രിഫറൻസ് ഒക്കെ ഫില്ല് ചെയ്തതിന് ശേഷം 10,000 റുപ്പീസ് രജിസ്ട്രേഷൻ ഫീസായിട്ട് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടതാണ്. ഓൺലൈനായിട്ടാണ് ഈ ഒരു പേയ്മെൻറ്റ് നിങ്ങൾ ചെയ്യേണ്ടത്. ഈ ഒരു കൗൺസിലിംഗ് പ്രോസസ്സിൽ നിങ്ങൾക്ക് സീറ്റൊന്നും അലോക്കേറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 9,000 റുപ്പീസ് റീഫണ്ട് ആവുന്നതുമാണ്. IMU കൗൺസിലിങ്ങിന് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് 8 ജൂൺ 2025 ഫസ്റ്റ് ലിസ്റ്റ് 11 ജൂൺ 2025 പബ്ലിഷ് ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. IMU CET ക്വാളിഫൈ ആയ ഒരാളാണ് നിങ്ങളെങ്കിൽ എത്രയും പെട്ടെന്ന് IMU കൗൺസിലിങ്ങിന് രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുക എന്നാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും പറയാനുള്ളത്. നിങ്ങളെ സംശയങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. ഇല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർക്ക് വേണ്ടി ഓൾറെഡി ഞാനൊരു ടെലഗ്രാം ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളെപ്പോലെയുള്ള ആൾക്കാരുമായിട്ട് നിങ്ങളെ സംശയങ്ങൾ ക്ലിയർ ചെയ്യാൻ അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ ബൈ.